റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആമുഖ ഭാഗങ്ങളാണ് പഠിച്ചത്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മൂന്നായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതിൽ പ്രീ ഫെർട്ടിലൈസേഷനിലെ ഈവൻസായ ഗാമറ്റോജനസിസും ഗാമേറ്റ് ട്രാൻസ്ഫറുമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഗാമറ്റോജനസിസിനെ കുറിച്ചാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ഗാമറ്റോജനസിസ് എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റുകൾ അതാത് സെക്സ് ഓർഗനുകൾ രൂപപ്പെടുന്നതിനാണല്ലോ ഗാമറ്റോജനസിസ്, ജനറേഷൻ ഓഫ് ഗാമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഓർഗാനിസംസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓർഗാനിസംസിനെ പ്രധാനമായും ഹാപ്ലോയിഡ് ഓർഗാനിസംസ് എന്നും ഡിപ്ലോയിഡ് ഓർഗാനിസംസ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാ ജീവജാലങ്ങളുടെയും ലൈഫ് സൈക്കിളിൽ ഈ ഹാപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡ് ഫേസും ഒന്നിടവിട്ട് റീപ്രൊഡക്ഷൻ്റെ ഭാഗമായി വരികയും ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്നാണ് വിളിച്ചത്. ഇപ്പോൾ ഒരു ഓർഗാനിസം ഹാപ്ലോയിഡ് ആണോ, ബേസിക്കലി ഒരു ഓർഗാനിസം ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗാമറ്റോജനസിസുമായി ബന്ധപ്പെട്ടുള്ള സെൽ ഡിവിഷനിലും വ്യത്യാസങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ സെൽ സൈക്കിൾ പഠിച്ചപ്പോൾ സെൽ ഡിവിഷൻ രണ്ട് തരത്തിലുണ്ട് എന്ന് പഠിച്ചു: മൈറ്റോസിസും മിയോസിസും. ഈ സ്ലൈഡിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഓർഗാനിസം ഹാപ്ലോയിഡ് ആണെങ്കിൽ, പ്രത്യേകിച്ചും പ്രിമിറ്റീവ് ഓർഗാനിസംസ് ആയ ആൽഗകൾ, ഫഞ്ചികൾ, ബ്രയോഫൈറ്റ്സ് തുടങ്ങിയവയൊക്കെ ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഹാപ്ലോയിഡ് ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ ഒരു മെയിൽ പേരൻറ്റ്, ഫീമെയിൽ പേരൻറ്റ്, അത് ബോഡി ഹാപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ അവയിൽ നിന്നുണ്ടാകുന്ന ഗാമേറ്റ്സും ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഹാപ്ലോയിഡ് ബോഡിയിൽ നിന്ന് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ഉണ്ടാകുന്ന സെൽ ഡിവിഷൻ മൈറ്റോസിസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റുകൾ, ഗാമറ്റോജനസിസിനെ തുടർന്ന് ഗ്യാമേറ്റ് ട്രാൻസ്ഫറുകൾ നടക്കുന്നു. ഗ്യാമേറ്റ് ട്രാൻസ്ഫറിനെ തുടർന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷനിലൂടെ സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്, ആ സൈഗോട്ടിൽ നിന്ന് ഫർദർ ഡിവിഷനിലൂടെ സ്പോറുകൾ ഫോം ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷനെ തുടർന്ന് നമ്മൾ പറഞ്ഞ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്നാണ് വീണ്ടും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാകേണ്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോസിസിലൂടെ ഹാപ്ലോയിഡ് സെല്ലുകൾ, ഹാപ്ലോയിഡ് സ്പോറുകളെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ആ ഹാപ്ലോയിഡ് സ്പോറിൽ നിന്ന് വീണ്ടും ഹാപ്ലോയിഡ് ഓർഗാനിസം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഗാമറ്റോജനസിസ് മൈറ്റോസിസ് മുഖേനയും, എന്നാൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷനായി വരുന്ന എംബ്രിയോജനസിസ് എന്ന് നമുക്കിവിടെ വിളിക്കാൻ പറ്റുന്നില്ല, അവിടെ എംബ്രിയോ ഫോം ചെയ്യുന്ന എല്ലാ സ്പോറുകളാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ മൂന്നാം ഘട്ടം നടക്കുന്നത് മിയോസിസിനെ തുടർന്നുമാണ്. ഇത് ഡിപ്ലോയിഡ് ഓർഗാനിസംസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ പേരൻറ്റ്, ഇവിടെ ഞാൻ പേരൻ്റ് എന്ന് കാണിച്ചിരിക്കുന്നു, മെയിൽ പേരൻറ്റ് ഡിപ്ലോയിഡ് ആണ്, ഫീമെയിൽ പേരൻറ്റ് ഡിപ്ലോയിഡ് ആണ്. നമുക്കറിയാം, മനുഷ്യനിലെ മെയിൽ പേരൻറ്റിന് ബോഡിയിൽ 46 ക്രോമസോമാണ്. 2n = 46 ക്രോമസോം ഉണ്ട്. ഫീമെയിലും അതുപോലെ 2n = 46 ക്രോമസോം ഉണ്ട്. ഈ 46 ക്രോമസോമുള്ള മെയിലിൽ നിന്നും ഫീമെയിലിൽ നിന്നും ഗ്യാമേറ്റ്സ് ഉണ്ടാകുമ്പോൾ മെയിൽ ഗ്യാമേറ്റിനകത്ത് 2n ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ 23 ക്രോമസോമേ കാണും. അതേപോലെ ഒരു ഫീമെയിലിൽ ഓവറിയിൽ ഫീമെയിൽ ഗ്യാമേറ്റ് ഓവം ഉണ്ടാകുമ്പോൾ ഓവത്തിലും 23 ക്രോമസോമേ കാണും. അപ്പോൾ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നു ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഗാമറ്റോജനസിസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലെ ഗാമറ്റോജനസിസിൽ ക്രോമസോം സംഖ്യ പകുതിയാവണമെങ്കിൽ ഇവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ മിയോസിസ് ആവണം. അതേസമയത്ത് ഹാപ്ലോയിഡ് ഓർഗാനിസത്തിലെ ഗാമറ്റോജനസിസ് നമ്മൾ കണ്ടത് മൈറ്റോസിസ് ആണ്, ഇവിടെ മിയോസിസ് ആണ്. ഇങ്ങനെ മിയോസിസിലൂടെ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് ഗാമേറ്റുകൾ വീണ്ടും ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷന് വിധേയമാകുമ്പോൾ സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ട് വീണ്ടും 2n ആണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ 23 ക്രോമസോമുള്ള മെയിൽ ഗ്യാമേറ്റും 23 ക്രോമസോമുള്ള ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സൈഗോട്ടിൽ 46 ക്രോമസോം കാണും എന്ന് നമുക്കറിയാം. ആ 46 ക്രോമസോമുള്ള സിംഗിൾ സെൽ സൈഗോട്ട് ദെൻ എംബ്രിയോജനസിസിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ, ആ ഒരു കോശം മൾട്ടിപ്ലൈ ചെയ്ത് സെൽ ഡിവിഷനിലൂടെയും സെൽ ഡിഫറൻസിയേഷനിലൂടെയും കടന്നു പോകുമ്പോഴാണ് അതൊരു എംബ്രിയോ ആയി വളരുന്നത്. ആ എംബ്രിയോയിൽ
സൈഗോട്ടിൽ 46 ക്രോമസോം 2n കണ്ടീഷനിലുള്ള ക്രോമസോം ഉള്ളതുപോലെ തന്നെ എംബ്രിയോയിലും 46 ക്രോമസോമാണ് ഉണ്ടാവേണ്ടുന്നത്. കാരണം ആ എംബ്രിയോ വളർന്നാണ് 46 ക്രോമസോം ഉള്ള നമ്മളായി മാറുന്നത്. അപ്പോൾ സൈഗോട്ട് എംബ്രിയോ ആയി ഡിവൈഡ് ചെയ്യുന്ന സെൽ ഡിവിഷൻ ഐഡൻറ്റിക്കൽ ഡിവിഷനാണ്, മൈറ്റോസിസ് ആണ്. കാരണം രണ്ടിലും 46 ക്രോമസോം തന്നെയാണുള്ളത്. അപ്പോൾ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെയും ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെയും വ്യത്യാസമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഗ്യാമറ്റോജനസിസ് മൈറ്റോട്ടിക് ആണ് എങ്കിൽ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഗ്യാമറ്റോജനസിസ് മിയോട്ടിക് ആണ്. തിരിച്ച് ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ സൈഗോട്ടിൻ്റെ ഫർദർ ഗ്രോത്ത് മിയോട്ടിക് ആണ് എങ്കിൽ ഇവിടെ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ സൈഗോട്ട് ഫർദർ വളരുന്ന എംബ്രിയോജനസിസ് മൈറ്റോട്ടിക് ആണ്. ഈ വ്യത്യാസമാണ് പുസ്തകത്തിലെ 11ാമത്തെ പേജിലെ സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ എന്ന പാരഗ്രാഫിൽ കാണാൻ പറ്റുന്നത്. ഇത് വളരെ ഒരു ജനറൽ ടോപ്പിക്കായിട്ട് ബോട്ടണിയിലും സുവോളജിയിലും ഒക്കെ മറ്റു പല പോർഷൻസും പഠിക്കുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ്. ദെൻ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ടേബിൾ കാണാം. ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ് ആൻഡ് ഗ്യാമേറ്റ് എന്നാണ് ഹെഡിങ്. മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിപ്ലോയിഡ് സെൽ ഫ്രം വിച്ച് എ ഗ്യാമേറ്റ് ഈസ് ഫോംഡ്. അത് ഏതൊരു ഓർഗാനിസത്തിലും ഏത് ഡിപ്ലോയിഡ് സെല്ലാണോ മിയോസിസിന് വിധേയമാകുന്നത്, മിയോസിസിന് വിധേയമായി ഗ്യാമേറ്റിനെ ഉണ്ടാക്കുന്നത്, ആ പേരൻ്റ് ഡിപ്ലോയിഡ് സെല്ലിനെയാണ് മിയോസൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊരു ഷോർട്ട് നോട്ടായിട്ട് ശ്രദ്ധിക്കണം. വാട്ട് ഈസ് മിയോസൈറ്റ്? ദ ഡിപ്ലോയിഡ് സെല്ല് ഫ്രം വിച്ച് എ ഗ്യാമേറ്റ് ഈസ് ഫോംഡ്, ദാറ്റ് ഈസ് കാൾഡ് മിയോസൈറ്റ്. ഈ ടേബിളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ഒരു ഫില്ല് ചെയ്യാനുള്ള ടേബിളാണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ മിയോസൈറ്റിൽ പേരൻസിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന മിയോസൈറ്റുകളിൽ 46 ക്രോമസോം ഉണ്ടെങ്കിൽ ഗ്യാമേറ്റുകളിൽ 23 ക്രോമസോമേ ഉള്ളൂ. ഇതുപോലെ വ്യത്യസ്തമായ കുറേ ജീവികളിലെ മിയോസൈറ്റിലെ ക്രോമസോമും ഗ്യാമേറ്റ്സിലെ ക്രോമസോമും കാണാം. ഇവ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് ഡിപ്ലോയിഡാണ്, അതിൻ്റെ ക്രോമസോം സംഖ്യ നേരെ പകുതിയുള്ള ഹാപ്ലോയിഡാണിത് ഗ്യാമേറ്റിലുണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. ആ റിലേഷൻ അനുസരിച്ച് ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്കൊന്നും ഈ ടേബിളിൽ നിന്ന് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എങ്കിലും എൻട്രൻസുമായി ബന്ധപ്പെട്ട് കുറേ ജീവികളുടെ ക്രോമസോം സംഖ്യ, ക്രോമസോം നമ്പർ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം ജനറൽ നോളജിൻ്റെ ഭാഗമായ ഒരു ചോദ്യം കൂടി പറയുകയാണ്. ഈ ടേബിളിൽ നോക്കിയാൽ കാണാം, ഒഫിയോഗ്ലോസം എന്ന ഫൺ ടെർഡോഫൈറ്റിക് പ്ലാന്റിൻ്റെ ഗ്യാമേറ്റിൽ 630 ക്രോമസോം ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഗ്യാമേറ്റിൽ ഒരു സെല്ലിൽ, ഒരു ഗ്യാമേറ്റിക് സെല്ലിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബോഡി സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടായിരിക്കും? ഒരു സിംഗിൾ ബോഡി സെല്ലിൽ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത് 1260 ക്രോമസോമാണ് ഒരു സെല്ലിൽ, ഒഫിയോഗ്ലോസത്തിൻ്റെ ഒരു സെല്ലിലുള്ളത് എന്ന് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ എ പ്ലാന്റ് വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോം, ഏറ്റവും കൂടുതൽ ക്രോമസോം ഉള്ള ഒരു പ്ലാന്റാണ് ഒഫിയോഗ്ലോസം. അതൊരു ജനറൽ നോളജിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് മിയോസൈറ്റും ഗ്യാമേറ്റ്സും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഈ ടേബിൾ. ഇതും നോക്കി വയ്ക്കുക. ഈ ടേബിളിന് തൊട്ട് താഴെ ഉള്ള പാരഗ്രാഫിൽ ഗ്യാമേറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ദ നമ്പർ ഓഫ് മെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് സെവറൽ തൗസൻഡ് ടൈംസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ജസ്റ്റിഫൈ. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ് ഫോർമേഷനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മനുഷ്യനിലാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഫീമെയിലിൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ, ഒരു സൈക്കിളിൽ ഫീമെയിലിൻ്റെ ബോഡിയിൽ ഒരു ഫീമെയിൽ ഗ്യാമേറ്റ് ഒരു ഓവമാണ് ഫോം ചെയ്യുന്നത്. അതേസമയത്ത് ഒരു മെയിലിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ടെസ്റ്റിസിൽ ഒരു ഇജാക്കുലേഷനിലൂടെ, ഇജാക്കുലേഷനെ കുറിച്ച് സുവോളജിയിൽ നിങ്ങൾ പഠിക്കും, സ്പേം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇജാക്കുലേഷൻ. ഒരു ഇജാക്കുലേഷനിലൂടെ പുറത്തു പോകുന്ന സ്പേംസിൻ്റെ എണ്ണം തന്നെ കോടിക്കണക്കിനാണ്. എന്തിനാണ് ഈ ഒരു ഫീമെയിൽ ഗ്യാമേറ്റിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ഒരു മെയിൽ ഗ്യാമേറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ? ഇത്രമാത്രം മെയിൽ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്ലാന്റ്സിലും ബാധകമാണ്. പ്ലാന്റ്സിൽ ഒരു ഫ്ലവറിനകത്തു നിന്നുണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ്, കോടാനുകോടിക്കണക്കിന് പോളൻ ഗ്രെയിൻസാണ് ഒരു ഫ്ലവറിൽ നിന്നുണ്ടാകുന്നത്. എന്തിനാണ് ഇത്രയും എണ്ണം? അപ്പോൾ അതാണ് ജസ്റ്റിഫൈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദ നമ്പർ ഓഫ് മെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് സെവറൽ തൗസൻഡ് ടൈംസ് ദാറ്റ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. വൈ അല്ലെങ്കിൽ ജസ്റ്റിഫൈ? അതിൻ്റെ ആൻസർ പുസ്തകത്തിലെ പാരഗ്രാഫിൽ തന്നെ കാണാം. In majority of organisms, male gamete is motile and the female gamete is stationary. ഫീമെയിൽ ഗാമേറ്റ് എങ്ങോട്ട് പോകുന്നില്ല, അത് അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ അടുത്തേക്ക് മെയിൽ ഗാമേറ്റ് ആണ് ചെല്ലുന്നത്. എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ഹൗവർ ഫെയിൽ ടു റീച്ച് ദ ഫീമെയിൽ ഗാമേറ്റ്. അത് പറന്നോ മറ്റ് ജീവികളുടെ സഹായത്താലോ ഒക്കെ ഫീമെയിൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് മെയിൽ ഗാമേറ്റ് എത്തുമ്പോൾ കുറേ മെയിൽ ഗാമേറ്റ്സ് എങ്കിലും നശിച്ചു പോകാം. അപ്പോൾ കൂടുതൽ മെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫെർട്ടിലൈസേഷനുള്ള പ്രോബബിലിറ്റി
കൂടും. ആ അർത്ഥത്തിലാണ് ടു കോമ്പൻസേറ്റ് ദിസ് ലോസ് ഓഫ് മെയിൽ ഗാമേറ്റ്സ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് ദ നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് സെവറൽ തൗസൻഡ് ടൈംസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. സോ അതൊരു ജസ്റ്റിഫൈ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പ്രീ ഫെർട്ടിലൈസേഷനിലെ 2 കാര്യങ്ങളാണ്, ഗ്യാമറ്റോജനസിസും ഗ്യാമൈറ്റ് ട്രാൻസ്ഫറും. അടുത്തതായി ഫെർട്ടിലൈസേഷനിലേക്കാണ് വരുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. അത് പ്ലാന്റ്സിന് നമ്മൾ സിൻഗമി എന്നും ട്രിപ്പിൾ ഫ്യൂഷൻ എന്നും അതിൻ്റെ ടോട്ടലി ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നും ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാൽ ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായി ഫെർട്ടിലൈസേഷനിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഫിനോമിനൻ ആണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് പാർത്തനോജനസിസ്. എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായി നമുക്ക് പാർത്തനോജനസിസിനെ കരുതാം. എന്താണ് പാർത്തനോജനസിസ്? നോർമലി ഒരു ഓർഗാനിസത്തിൽ, ഒരു ആനിമലിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുകയും ആ സൈഗോട്ട് ഫർദർ ഗ്രോ ചെയ്ത് എംബ്രിയോ ആയി ഫീറ്റസായി മീൻസ് അങ്ങനെയാണ് എങ്ങോട്ടുണ്ടാകുന്നത്. എന്നാൽ ചുരുക്കം ചില ജീവികളിൽ നമുക്ക് പരിചയമുള്ള തേനീച്ച, ഹണി ബി പോലെയുള്ള, ടർക്കി പോലെയുള്ള കുറച്ച് ജീവികളിൽ ഈ മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമേറ്റ് അണ്ടർഗോസ് ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ടു ഫോം എങ്ങോൺസ്. ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് പാർത്തനോജനസിസ്. എന്താണ്? ദ ഫീമെയിൽ ഗാമേറ്റ് undergoes development without fertilization to form eons is called parthenogenesis. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ 3 തരം തേനീച്ചയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെ ഫെർട്ടൈലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മുട്ടയിടാൻ കഴിയുന്ന ഫീമെയിലിനെയാണ് ക്യൂൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ മുട്ടയിടാൻ കഴിയാത്തതും എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ അല്ലാത്ത, ആ കൂടുണ്ടാക്കുന്നതുൾപ്പെടെ തേൻ കളക്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികളെല്ലാം ചെയ്യുന്ന നോൺ ഫെർട്ടൈൽ ആയിട്ടുള്ള ഫീമെയിലിനെയാണ് വർക്കർ എന്ന് വിളിക്കുന്നത്. മൂന്നാമതൊന്ന് ഡ്രോൺസ് എന്നറിയപ്പെടുന്ന മെയിൽസ്. ഈ മെയിൽസിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ ക്യൂനുമായി മേറ്റ് ചെയ്യുക, പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 തരത്തിൽ ഉള്ള ജീവികൾ, അല്ലെങ്കിൽ 3 തരത്തിൽ, ഒരു സ്പീഷീസിൽ തന്നെ 3 തരത്തിലുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാർത്തനോജനസിസിനെ കുറിച്ചാണ്. തേനീച്ചയുടെ പ്രത്യേകത, തേനീച്ചയുടെ ഫീമെയിലിൻ്റെ ക്രോമസോം സംഖ്യ 2n = 32 ആണ്. 2n = 32 ആണ്. അതേസമയത്ത് മെയിലിൻ്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ്. അത് 16 ക്രോമസോമേ ഉള്ളൂ. സാധാരണ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിലും മെയിലിനും ഫീമെയിലിനെയും ക്രോമസോം സംഖ്യ സിമിലറാണ്. എല്ലാം മനുഷ്യനുൾപ്പെടെ ഡിപ്ലോയിഡ് കണ്ടീഷനിലാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് മെയിലിലും ഫീമെയിലിലും ഈ വ്യത്യസ്തമായ ക്രോമസോം സംഖ്യ ഉണ്ടായത്? തുടർന്ന് ഈ ഫ്ലോ ചാർട്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫീമെയിലിൽ നിന്ന് മിയോസിസിലൂടെ ഗാമീറ്റ്സ് ഉണ്ടാവുന്നു, ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവുന്നു. അത് എൻ ഹാപ്ലോയിഡ്, ക്രോമസോം സംഖ്യ 16 നിങ്ങൾക്ക് കാണാം. ഫീമെയിൽ ഗാമേറ്റ് ഓവുമാണ്. ഈ ഫീമെയിൽ ഗാമേറ്റ് 2 രീതിയിൽ മുമ്പോട്ട് പോകാം. ഒന്നുകിൽ ഈ ഫീമെയിൽ ഗാമേറ്റ് മെയിലിൽ നിന്ന് മൈറ്റോസിസിലൂടെ ഉണ്ടാകുന്നത്, കാരണം മെയിലിൻ്റെ ക്രോമസോം സംഖ്യ ഹാപ്ലോയിഡാണ്, അതുകൊണ്ട് തന്നെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേം അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റുമായി ഈ ഫീമെയിലിൽ നിന്ന് മിയോസിസിലൂടെ ഗാമേറ്റ് ഉണ്ടാകുന്നു, മെയിലിൽ നിന്ന് മൈറ്റോസിസിലൂടെയും ഗാമേറ്റ് ഉണ്ടാകുന്നു. ഈ 2 ഗാമേറ്റും n = 16 ആണ്. ഇത് ഫ്യൂസ് ചെയ്താൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഉണ്ടാകാം. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് വളർന്നാൽ 32 ക്രോമസോമുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ കിട്ടും. അതേസമയത്ത് ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ഇവിടെ ഉണ്ടായ ഫീമെയിൽ ഗാമേറ്റ് ക്രോമസോം സംഖ്യ n അല്ലെങ്കിൽ 16 മാത്രമുള്ള ഫീമെയിൽ ഗാമേറ്റ് ഫെർട്ടിലൈസേഷന് വിധേയമാകാതെ ഫീമെയിലിൻ്റെ ബോഡിക്കുള്ളിൽ വളർന്നാൽ, ഡിവൈഡ് ചെയ്ത് വളർന്നാൽ, അതിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായാൽ, ദാറ്റ് മീൻസ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗാമേറ്റിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയതുകൊണ്ടാണ് അത് ഹാപ്ലോയിഡായി പോയത്, അതാണ് മെയിലായി മാറുന്നത്. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്.
മനുഷ്യനിൽ ഒരു സ്ത്രീയിൽ ഓവറിയിൽ നിന്ന് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവുന്നു. ഈ ഫീമെയിൽ ഗാമേറ്റ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലൂടെ യൂട്രസിലേക്ക് വരുന്ന സമയത്ത് ആ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് സ്പേമുമായി ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ടായെങ്കിൽ മാത്രമാണ് ആ സൈഗോട്ട് വന്ന് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്ത് വളർന്ന് ഫീറ്റസായി മാറി ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ഉണ്ടാകുന്ന ഓവം സ്പേമിനെ പ്രതീക്ഷിച്ച് ഫലോപ്പിയൻ ട്യൂബിലൂടെ മൂവ് ചെയ്ത് വരികയും ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഓവം നശിക്കാതെ ഒരു ഫീമെയിലിൻ്റെ യൂട്രസിലേക്ക് വന്ന് ഇംപ്ലാന്റ് ചെയ്ത് വളർന്ന് ഒരു കുഞ്ഞായി മാറുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതുണ്ടാക്കുന്ന സാമൂഹികമായ കോൺസിക്വൻസസ്, അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ ഒരു സയൻസ് ഫിക്ഷൻ കഥയ്ക്ക് നല്ല വകുപ്പുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞ് മെയിലായിരിക്കുമോ ഫീമെയിലായിരിക്കുമോ, ആ കുഞ്ഞിൻ്റെ ക്രോമസോം നമ്പർ, ഇതിനെല്ലാം അപ്പുറം ഇത് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനെ അല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് കാണുന്നത് ഫീമെയിൽ ഗാമേറ്റ് മെയിൽ ഗാമേറ്റുമായി ഫ്യൂസ് ചെയ്താലല്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകും. അങ്ങനെ യാതൊരു ഫ്യൂഷനും ഫെർട്ടിലൈസേഷനും ഇല്ലാതെ നേരിട്ട് ഫീമെയിൽ ഗാമേറ്റ് വളർന്ന് എങ്ങൊന്നായി മാറുന്ന പ്രോസസ്സാണ് പാർത്തനോജനസിസ്. സോ ദാറ്റ് ഈസ് നോട്ട് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പം കാര്യം എന്താണെന്ന് പറഞ്ഞു, പാർത്തനോജനസിസ്. ഡിഫൈൻ പാർത്തനോജനസിസ് എന്ന ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. എന്താണ്? ദ ഫീമെയിൽ ഗാമേറ്റ് അണ്ടർഗോസ് ഡെവലപ്മെൻറ്റ് ഫോം എങ്ങോൺസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇവിടെ ഒന്ന് 3 തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 1 ഡിഫൈൻ പാർത്തനോജനസിസ്. 2 ഫസ്റ്റ് ഇയറിൽ നമ്മൾ പാർത്തനോകാർപ്പി എന്നൊരു പ്രോസസ്സ് ഫിനോമിനൻ പഠിച്ചിട്ടുണ്ട്. ഇത് അടുത്ത ചാപ്റ്ററിൽ വീണ്ടും പാർത്തനോകാർപ്പി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ സമാനമായ വാക്കുകളായതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർത്തനോജനസിസ് ആൻഡ് പാർത്തനോകാർപ്പി എന്നും ചോദിക്കാം. പാർത്തനോകാർപ്പിയുടെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. സാധാരണ ഫ്ലവേഴ്സിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണല്ലോ ഓവർ ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായി മാറുന്നത്. എന്നാൽ ചില പ്ലാന്റ്സിലൊക്കെ, അത് സീഡ്ലെസ് ആയിട്ടുള്ള ചില പ്ലാന്റ്സിലൊക്കെ, ഗ്രേപ്സിലുമൊക്കെ ബനാനയിലുമൊക്കെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലും ഓവറി ഫർദർ ഗ്രോ ചെയ്ത് ഫ്രൂട്ടായി മാറുന്ന പ്രോസസ്സിനെയാണല്ലോ പാർത്തനോകാർപ്പി എന്ന് വിളിക്കുന്നത്. ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവറി. അപ്പോൾ അത് പ്ലാന്റ്സിൽ നടക്കുന്ന പ്രോസസ്സാണ്. പാർത്തനോജനസിസ് ആനിമൽസ് നടക്കുന്ന പ്രോസസ്സാണ്. അതാണ് അതിൻ്റെ മറ്റൊരു ഡിഫറൻസ്. ആ അർത്ഥത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാം പാർത്തനോജനസിസ് പാർത്തനോകാർപ്പി. ഇനി 3ാമത്തെ ചോദ്യം ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ ചോദ്യവും വേണമെങ്കിൽ ചോദിക്കാം. അവിടെ തരികയാണ് ഹണി ബി, റോട്ടിഫേഴ്സ്, ഹൗസ് ഫ്ലൈ, ടർക്കി, ലിസാർഡ്. ഞാൻ ഉദാഹരണങ്ങളിലേക്ക് വന്നില്ല. പാർത്തനോജനസിസ് കാണിക്കുന്ന ജീവികളുടെ ഉദാഹരണം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഹണി ബി, തേനീച്ച, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ടർക്കിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം ടർക്കി കോഴികളെക്കുറിച്ച്. 3ാമതായിട്ട് ലിസാർഡ്സിനെ കുറിച്ച് സുവോളജി നിങ്ങൾ പഠിക്കുന്നുണ്ട്. 4ാമതൊന്ന് റോട്ടിഫേഴ്സ്. അത് ഒരുപക്ഷെ നിങ്ങൾ എങ്ങും പഠിക്കുന്നുണ്ടാവില്ല. റോട്ടിഫറ എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന വളരെ സൂക്ഷ്മമായ ഒരു 100 മുതൽ 500 മൈക്രോമീറ്റർ സൈസുള്ള ഒരു സൂക്ഷ്മവിര, ഫ്രഷ് വാട്ടറിലും വളരെ ചുരുക്കമായി സലൈൻ വാട്ടറിലുമൊക്കെ കാണപ്പെടുന്ന ഒരു സൂക്ഷ്മവിര എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ജീവിയാണ് റോട്ടിഫേഴ്സ്. ഈ റോട്ടിഫേഴ്സിലും ഇത്തരത്തിൽ പാർത്തനോജനസിസ് കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യന് ചോദിക്കുമ്പോൾ ഏതൊക്കെ വരാം? ഹണി ബി, ഹൗസ് ഫ്ലൈ, റോട്ടിഫേഴ്സ്, ടർക്കി. അപ്പോൾ ഇതിൽ ഹൗസ് ഫ്ലൈ പാർത്തനോജനസിസ് കാണിക്കുന്നില്ല, അതാണ് ഓഡ് വൺ. ബാക്കിയെല്ലാം പാർത്തനോജനസിസ് കാണിക്കുന്നു എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പോൾ ആ അർത്ഥത്തിൽ 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ: ഡിഫൈൻ പാർത്തനോജനസിസ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർത്തനോജനസിസ് ആൻഡ് പാർത്തനോകാർപ്പി, ആൻഡ് ഓഡ് വൺ ക്വസ്റ്റ്യൻ. ഇങ്ങനെയെല്ലാം ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പാർത്തനോജനസിസ്. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഭാഗത്തേക്ക് പോകുമ്പോൾ 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്ന്, ഫെർട്ടിലൈസേഷൻ. നിങ്ങൾ 2 തരം ഫെർട്ടിലൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്: എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. കുറേ ഫിഷസിലും ഫ്രോഗിലുമൊക്കെ നമുക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അറിയാം. എന്നാൽ മോസ്റ്റ് ഓഫ് ദി ആനിമൽസും, മനുഷ്യനുൾപ്പെടെയുള്ള മോസ്റ്റ് ഓഫ് ദി ആനിമൽസിലും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ ബോഡിക്കുള്ളിൽ വെച്ച് സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. അതേസമയത്ത് ഫ്രോഗിൻ്റെ കേസിൽ എന്താ നടക്കുന്നത്? ഫീമെയിൽ ഫ്രോഗ് ഓവവും വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നു,
മെയിലും സമാനമായി സ്പേം വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നു. വാട്ടർ എന്ന മീഡിയത്തിലൂടെ ഇവ തമ്മിൽ ഫെർട്ടിലൈസേഷന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണോ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജിയസ് എന്നതാണ് ചോദ്യം. ഉത്തരവും നമുക്കറിയാം, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ഡിസഡ്വാൻറ്റേജിയസ്. നമ്മുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 14 ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, എ മേജർ ഡിസഡ്വാൻറ്റേജ്. What is the major disadvantage of external fertilization? The major disadvantage of external fertilization is that the offsprings are extremely vulnerable to predators, threatening their survival up to adulthood. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഫീമെയിൽ ഓവം വെള്ളത്തിൽ റിലീസ് ചെയ്യുന്നു. അത് അപ്പോൾ മുതൽ തന്നെ ആ വെള്ളത്തിൻ്റെ സെക്യൂരിറ്റി നഷ്ടമായി, അല്ല ആ ഓവത്തിൻ്റെ സേഫ്റ്റി നഷ്ടപ്പെട്ടു. ആ വെള്ളത്തിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പിന്നീടുള്ള എല്ലാ ഗ്രോത്ത് പ്രോസസ്സും വെള്ളത്തിൽ വെച്ച് എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ബോഡിയിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. അതേസമയത്ത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനിലാണെങ്കിലോ മദർ പേരൻ്റ് അല്ലെങ്കിൽ ഫീമെയിൽ പേരൻറ്റിൻ്റെ ബോഡിക്കുള്ളിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഫെർട്ടിലൈസ്ഡ് ഓവം അല്ലെങ്കിൽ സൈഗോട്ടിൻ്റെ ഫർദർ ഗ്രോത്ത് സ്റ്റേജസും എല്ലാം ഫീമെയിലിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ, മദറിൻ്റെ ബോഡിയിൽ നിന്ന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്നു, കുറച്ചും കൂടി സേഫ്റ്റി കിട്ടുന്നു. അപ്പോൾ അതാണ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ദാറ്റ് ദ ഓഫ്സ്പ്രിങ് ആർ എക്സ്ട്രീംലി വൾണറബിൾ ടു പ്രെഡേറ്റേഴ്സ്. പുറത്ത് കിടക്കുന്നിടം തൊട്ട് ആ സമയം തൊട്ട് തന്നെ ഇവ പ്രെഡേറ്റേഴ്സിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രെഡേറ്റേഴ്സ് അവയെ പിടിച്ച് നശിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവയുടെ സർവൈവൽ ത്രെട്ടൻഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. സോ അത് ജസ്റ്റിഫൈ ചെയ്യാൻ വളരെയേറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഓർ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വിച്ച് ഈസ് അഡ്വാൻറ്റേജസ് ആൻഡ് വൈ, അതാണ് ചോദ്യം. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷനിലെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പേജ് നമ്പർ 14 ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് ആണ്, ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ് ഈസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ് ജസ്റ്റിഫൈ. So what is the difference between oviparous and viviparous organisms? കോഴി, പക്ഷി, കാക്ക തുടങ്ങിയ പക്ഷികളിലൊക്കെ നമുക്കറിയാം അവ ഓവിപാരസ് ആണ്. മുട്ടയിട്ട് ആ മുട്ട പുറത്തു നിന്ന് തന്നെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, ഓവിപാരസ്. വിവിപാരസിലാണെങ്കിലോ കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്ത് പ്രസവിക്കുന്ന ജീവികളാണ് വിവിപാരസ്. ഇതിൽ ഏതാണ് കൂടുതൽ അഡ്വാൻറ്റേജിയസ്? ഉത്തരം അതാണ്, ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ് ഈസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ്. കാരണം എന്താ? ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺ ഈസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ്. കാരണം അമ്മയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കിട്ടുന്നു, ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നു, അമ്മയുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഇങ്ങനെയെല്ലാം ജനിക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോർഷൻസൊക്കെ നമ്മൾ കടന്നു പോയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ ചോദിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോർഷനുകളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്, പുസ്തകത്തിൻ്റെ സഹായത്താൽ ഈ ക്ലാസ്സുകൾ ശ്രവിക്കുക. അതിനുശേഷം പുസ്തകം നന്നായി വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.